ഹായ് ഗൈസ്, ഞാൻ കുളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരു സാധനം എടുക്കാനായിട്ടുണ്ടേ, തലയിൽ തേക്കാനായിട്ട്. കാണിച്ചു തരാം. ഇതാണ് മൈലാഞ്ചി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ പിച്ചെടുക്കും. പുതിയതാണ് കേട്ടോ. പുതിയതെന്ന് വെച്ചാൽ സോറി, എൻ്റെ കൈ തേക്കുന്നത്. ഇതാണ് മൈലാഞ്ചി. നമ്മളിങ്ങനെ പിച്ചെടുക്കും. പുതിയതാണേ. പുതിയതെന്ന് വെച്ചാൽ ഒന്നാളെ കൊണ്ട് നട്ടതേ ഉള്ളൂ, കുറച്ച് ദിവസം ആവേ ഉള്ളൂ. അപ്പം അത് നമ്മളിങ്ങനെ കുറച്ചെടുക്കണം. കുറച്ചെടുത്തിട്ട് അതോടെ തീർന്നു. ശോ അങ്ങനെ കുറച്ചിങ്ങനെ പിച്ചെടുക്കണം. എടുത്തിട്ട് എന്ത് ചെയ്യും, അടുത്ത് നമുക്ക് കുറച്ച് ചെമ്പരത്തി ഇല എടുക്കാം. ചെമ്പരത്തി ഇലയിൽ പുഴു വേണമെന്നാണ് ഗൈസ്. പുഴുണ്ടോ? പുഴുവിനെ കുറച്ച് കൊള്ളുമോ? ഉണ്ടോ? നമുക്ക് നല്ല കിളന്ന് ചെമ്പരത്തി ഇല എടുക്കാം. ഓക്കെ, ഞാൻ കുറച്ച് നല്ലത് ഉള്ളി എടുക്കും. അടുത്ത് നമ്മൾ കുറച്ച് കറ്റാർ വാഴ എടുക്കാം. എൻ്റെ കോലം ഉണ്ടോ ഗൈസ്? എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മുടി അല്ലേ. നമ്മൾ കുറച്ച് കറ്റാർ വാഴ എടുക്കാം. കറ്റാർ വാഴ കാട് വെച്ച് വെക്കണം കേട്ടോ. നമുക്ക് എടുക്കാം. ഇതിനെ കുറച്ച് പിറ്റെടുക്കാം. എൻ്റെ കൈ തുടക്കി പറഞ്ഞു. ഇതിങ്ങനെ കുറച്ച് പിറ്റെടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ നമ്മൾ വീട്ടിനകത്തേക്ക് പോകും. വീട്ടിനകത്തോട്ട് പോയിട്ട് എന്ത് ചെയ്യും, വാഷ് ചെയ്യും. നമ്മളിത് വാഷ് ചെയ്തിട്ട് ഇതിന് കാണിച്ചിടാമേ. വെയിറ്റ്, ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം. എടുത്തിട്ടേ ഞാൻ വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. പക്ഷേ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പക്ഷേ എനിക്ക് ഫോൺ പിടിക്കാനായിട്ട് ഇതില്ല, എന്താ പറയാനായിട്ട് എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് ഫോൺ പിടിക്കാനായിട്ടൊരു സൗകര്യം കിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തലയിൽ വരുത്തി വയ്ക്കണം. അത് ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ചാണകം പോലെ ഇരിക്കുന്നത്. ഇതൊക്കെ എന്ത് ചെയ്യണം, തലയിൽ തന്നെ. എൻ്റെ കാർക്കൂന്തൽ കണ്ടോ ഗൈസ്, ആവശ്യമില്ലാത്ത ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ ചെയ്യും എൻ്റെ കാർക്കൂന്തൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ എടുക്കുക, കുറച്ചെടുക്കുക, ഇങ്ങനെ തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഇങ്ങനെ വെച്ചാൽ എന്താ പറയുക, ഇവിടെ ഭയങ്കര കുറഞ്ഞത് ശരിയും എന്നെ കൊന്നിട്ട് വരാം. ഇത് നമ്മൾ തേച്ച് ഒരു അരമണിക്കൂർ ഇട്ട് വയ്ക്കാം. ഇത് തലയൊക്കെ ചൊറിയണം ഗൈസ്. തലയിൽ മൈലാഞ്ചിയിലും പുറത്ത് വരുമ്പോൾ കണ്ട ഇങ്ങനെ തേച്ച് ഈ സൈഡിലും തേച്ച് കൊടുക്കണം. നിറയെ തേക്കണം. ഇത് തേച്ചാലുള്ള പ്രയോജനം എന്താണെന്ന് അറിയാമോ, നമ്മുടെ തലയിൽ താഴെ നിൽക്കുകയാണെങ്കിൽ ചാണകത്തിന് മുന്നേ ഒന്ന് തന്നെ പശുവിൻ്റെ തലയിൽ അപ്പ് കിട്ടൂല ഗൈസ്. പശു ഒപ്പിട്ട് ഗൈസ്. കണ്ടായിരുന്നോ, ഞാൻ തലയിൽ എല്ലാം വാരി വിട്ടു. പശു അപ്പിട്ട് തോന്നിയിരിക്കുന്നല്ലേ ഗൈസ് എൻ്റെ തല. അപ്പം ഞാനിതൊക്കെ തേച്ചു. ഇനി മുഖത്തുള്ളതാണ് ഇപ്പോൾ കാണിച്ചത്. ഇത് മറ്റേ കസ്തൂരി മഞ്ഞപ്പൊടിയാണേ. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് പയറുപൊടിയാണേ. പയറുപൊടി തേക്കാമെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള ഈ ചെറിയ കുഞ്ഞ് കാര പോലത്തെ സാധനം ഉണ്ടല്ലോ, അതൊക്കെ പോകും. എന്നിട്ട് ഇതിനൊന്നിനെ മിക്സ് ചെയ്തിട്ട് വരാവേ. നമ്മളിങ്ങനെ ഭയങ്കര വെയിലാണ് ഗൈസ്, വെളുക്കയില്ല കറക്കും. ഇങ്ങനെ തേക്കണം. തേച്ചിട്ട് നോക്കി കഴുത്തിലും പോയി തേച്ച് കൊടുക്കണേ. എൻ്റെ മാറിയപ്പോൾ കറക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് കുളിക്കും. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമേ. എവിടെ കണ്ടോ ഭയങ്കര ശരിയാണ് ഗൈസ്. ഇവിടെ നമുക്കിവിടെ കണ്ടോ, എൻ്റെ മുഖം കണ്ടാ ഗൈസ്, എന്തിങ്ങനെ ഇരിക്കണ കണ്ടായിരുന്നോ. അപ്പം ഞാൻ കുളിക്കാനായിട്ട് പോകണം. പോയി കുളിച്ചിട്ടൊക്കെ വരാമേ. ബൈ. കുളിച്ചിട്ടൊക്കെ വന്നു. എൻ്റെ മുഖം കണ്ട വെളുത്തത് മഞ്ഞയുണ്ടല്ലേ, മഞ്ഞയാണ് കണ്ടോ. എൻ്റെ മുഖം കണ്ടോ വെളുത്തിരിക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ കസ്തൂരി മഞ്ഞൾ തേക്കുമ്പം വളരെ കുറച്ച് മാത്രമേ അതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാവൂ. എൻ്റെ മുഖം കുറയുന്നുണ്ട്, അപ്പോൾ കുറച്ച് മാത്രമേ എടുക്കാവേ. അപ്പോൾ ഇനി എന്ത് പറയാം, ഞാൻ തേക്കാൻ. ബൈ.